കേരള സഭയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലാകാൻ പോകുന്ന തീർത്ഥാടന ദേവാലയത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാർ നമ്മോടൊപ്പം ചേരുന്നു. സാർ, ഈ ഒരു തീർത്ഥാടന ദേവാലയം സന്ദർശിക്കുവാനുള്ള കാരണം എന്താണ്? ജീവിതത്തിലെ ധന്യമായ ഒരു നിമിഷമെന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാറുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പുണ്യദിനമാണ് എന്നെ സംബന്ധിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തോമസച്ചൻ 12 വർഷങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് കണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അച്ഛനുണ്ടായ ബുദ്ധിമുട്ടും ആകൃതിയുമെല്ലാം അന്നടുത്തുണ്ടായിരുന്നവരുമായി ഷെയർ ചെയ്യപ്പെട്ടു. അതൊരു ചരിത്ര നിമിഷമായി മാറി എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിഞ്ഞു. എങ്കിലും പിന്നീട് നടന്ന തുടർച്ചയായിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുകയാണ്. വിശ്വാസ സമൂഹത്തോട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഈശോ സംസാരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധ കുർബാന മധ്യേ പുരോഹിതൻ നൽകുന്ന പ്രാർത്ഥനയിലെ ശ്രദ്ധേയമായി നമ്മൾ കേൾക്കുന്നത് ഉദാശ ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം വാഴ്ത്തപ്പെട്ട് നമുക്ക് നൽകുന്നത് ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക, എൻ്റെ രക്തമാകുന്നു നിങ്ങളിത് പാനം ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൽ കൂടി വലിയ അത്ഭുതം ഒരുപക്ഷെ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ മലമുകളിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ അതിനുള്ള സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് എല്ലാവരെയും സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു പദ്ധതി കർത്താവ് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വേണം വിചാരിക്കുക. ഭയപ്പെടേണ്ടതില്ല, ഞാൻ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യം യേശുക്രിസ്തു നേരിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുക. പാമ്പ്ലാനി പിതാവ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശാനുസരണം ഇത് കുർബാനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഈ തിരുവോസ്തി വണങ്ങുമ്പോൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു പ്രാധാന്യമാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ദീർഘമായ 12 വർഷക്കാലം ആ തിരുവോസ്തിയിൽ കണ്ട ആ തിരുമുഖത്തിൻ്റെ ഛായ വീണ്ടും ഗ്രേസ്ഫുള്ളായി വരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണല്ലോ കാണാൻ കഴിയുന്നത്. സഭാചരിത്രത്തിലും ഒരുപക്ഷെ ലോക ചരിത്രത്തിലും എവിടെയെടുത്ത് നോക്കിയാലും വലിയ തോതിലുള്ള വലിയൊരു വിശ്വാസം നമുക്കെല്ലാം നേരിട്ട് കാണാൻ കഴിയും. എനിക്ക് വളരെയേറെ വലിയ സന്തോഷവും വലിയ അഭിമാനവും അതിലേറെ ഹൃദയസ്പർക്കായ അനുഭവമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. സഭാവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുവാനും ഇതിലുമായി ബന്ധപ്പെട്ട് ഈശോയെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്തകൾ രക്ഷകനായി നമ്മളിലേക്ക് വന്ന് ലോക ജനതയുടെ പാപത്തിനു വേണ്ടി പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ക്രൂശിതനായ യേശു ക്രിസ്തുവിൻ്റെ മുഖം കണ്ട നമ്മൾ ആ പീഡാനുഭവ ചരിത്രങ്ങളും ക്രിസ്തുവിൻ്റെ ജനനവും പിന്നീടുള്ള ഉത്ഥാനവും സർഗാരോഹണവും എല്ലാം കണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതിൽ നമ്മുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൻ്റെ ആ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ധന്യനായി. ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിംഗ് ആയി ഞാനത് സ്വീകരിക്കുക.